മസ്കറ്റ് ഹോട്ടൽ. KTDCയുടെ ആദ്യകാല ഹോട്ടലാണ് മസ്കറ്റ് ഹോട്ടൽ. നമ്മുടെ സിനിമകളൊക്കെ കൊണ്ടുവന്നിട്ട് ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. അതൊക്കെ ഇവിടെ വെച്ചാണ് നടക്കുന്നത്. ഇടതുവശത്തായി CSI സെമിത്തേരിയാണ് കാണാൻ കഴിയുന്നത്. നമ്മുടെ അതുല്യ നടനായ സത്യം മാഷ് അന്ത്യവിശ്രമം കൊള്ളുന്നതാണ് CSI സെമിത്തേരി. തൊട്ടുമുന്നിൽ ഇടതുവശത്തായിട്ട് CSI ചർച്ചാണ് കാണാൻ കഴിയുന്നത്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്തോട് നിർമ്മിച്ച ഒന്നാണ് CSI ചർച്ച്. തികച്ചാണ് ഇതിന്റെ നിർമ്മാണം. CSI ചർച്ച് on your left side, mostly made by rock. Right side corporate office. Office of Trivandrum Mayor. വലതുവശത്തായിട്ട് നഗരസഭാ കാര്യാലയമാണ് കാണാൻ കഴിയുന്നത്. നമ്മുടെ തിരുവനന്തപുരം മേയറിന്റെ ഓഫീസാണ് വലതുവശത്തായി കാണുന്നത്. Trivandrum Museum on your left side. It's known as Napier Museum. Started in 1857. ഇടതുവശത്തായിട്ട് തിരുവനന്തപുരത്തിന്റെ മ്യൂസിയം ആണ് കാണാൻ കഴിയുന്നത്. 1857 ആരംഭിച്ച തിരുവനന്തപുരത്തിന്റെ മ്യൂസിയം അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന ഫ്രാൻസിസ് നാപ്പിയറിന്റെ ഓർമ്മയ്ക്കായിട്ട് തിരുവിതാംകൂർ രാജ്യം അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം ഒരു പേര് വിളിച്ചു, നേപ്പിയർ മ്യൂസിയം. അങ്ങനെയാണ് ഇതിനെ നേപ്പിയർ മ്യൂസിയം എന്നറിയപ്പെടുന്നത്. ആനക്കൊമ്പിൽ തീർത്ത കരകൗശല വസ്തുക്കളും പുരാതനമായ ശില്പങ്ങളും അടങ്ങിയ തിരുവനന്തപുരത്തിന്റെ മ്യൂസിയം ഇടതുവശത്തായി കടന്നു പോകുന്നു. വലതുവശത്തായി പബ്ലിക് ഓഫീസാണ്. ഗവൺമെന്റ് ഓഫീസുകളുടെ എല്ലാം കേന്ദ്രം എന്നറിയപ്പെടുന്ന പബ്ലിക് ഓഫീസ്. Trivandrum Zoo on your left side, started in 1859, located in 55 acres. The biggest zoo in Kerala. ഇടതുവശത്തായിട്ട് തിരുവനന്തപുരത്തിന്റെ മൃഗശാലയാണ് കാണാൻ കഴിയുന്നത്. 1859 ആരംഭിച്ച തിരുവനന്തപുരത്തിന്റെ മൃഗശാല കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയാണ്. 55 ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ 1000-ൽ പരം പക്ഷിമൃഗാദികൾ വസിക്കുന്ന തിരുവനന്തപുരത്തിന്റെ മൃഗശാല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കുന്ന മൃഗശാല കൂടിയാണ്.